സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം ജയിൽ പോലെ എന്ന വിമർശനം. സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ വിമർശനം? ഏത് തരത്തിലുമാണ് രൂക്ഷമായ വിമർശനം? സുരേഷ്, ഇക്കഴിഞ്ഞ 18-ാം തീയതി ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ബസന്ത് ബാലാജിയും പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചിരുന്നു. അവിടെ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം ഒരു ജയിൽ പോലെയാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. രോഗികൾ ആശുപത്രിയിൽ കിടക്കുന്നത് പോലെയല്ല, മറിച്ച് ജയിലിൽ കിടക്കുന്ന തോന്നലാണ് ഈ രോഗികൾക്കുള്ളത്. വലിയ രീതിയിലുള്ള ദയനീയ അവസ്ഥയാണ് ഈ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളത്. 150 അറ്റൻഡർമാരാണ്, 158 അറ്റൻഡർമാരാണ് വേണ്ടത്. പക്ഷെ അവിടെ ആകെ ഉള്ളത് 127 പേർ മാത്രമാണ്. ഇവരാണ് ഈ അലക്കുകാരന്റെ ജോലിയും പാചക തൊഴിലാളിയുടെ ജോലിയും എടുക്കുന്നത്. മാത്രമല്ല 31 ഏക്കറോളം വിസ്തൃതമായിട്ടുള്ള സ്ഥലത്താണ് ഈ മാനസികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആവശ്യമായിട്ടുള്ള സുരക്ഷ ജീവനക്കാരില്ല. കൂടാതെ ഈ ഇൻസ്പെക്ഷൻ നടന്ന സമയത്ത്, പരിശോധന നടന്ന സമയത്ത് പല രോഗികളും തങ്ങൾക്ക് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 437 പേരുള്ള രോഗികളിൽ അവരിൽ ഏകദേശം 55 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. പക്ഷെ അവരെ ഒന്നും തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ മറ്റാരും തന്നെ എത്തുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവിടെ തുടരേണ്ടി വരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന 55 പേരുടെയും പുനരധിവാസം ഏത് വിധത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും, അതിനൊരു പദ്ധതി തയ്യാറാക്കി സത്യവാങ്മൂലമായിട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 4-ാം തീയതി ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ ഈ ഒഴിവുകൾ നികത്തുന്ന കാര്യത്തിൽ മറുപടി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഈ രോഗമുക്തി നേടിയിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നത് ഏത് വിധത്തിലാണെന്നുള്ള കാര്യത്തിലും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്.